നമുക്കറിയാം, പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പാട്ടുകൾ പാടാനും പാട്ടുകൾ ഇൻവൈറ്റ് ചെയ്യാനും പാട്ടുകൾ ജോയിൻ ചെയ്യാനും നല്ല തകർപ്പൻ ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്മ്യൂൾ എന്ന് തന്നെ എല്ലാവരും പറയും. കാരണം നമുക്കെല്ലാം അറിയാം, നമ്മുടെ മൊബൈലിൽ വെച്ചുകൊണ്ട് തന്നെ സ്റ്റുഡിയോ എഫക്റ്റോടുകൂടി നമുക്ക് ഇങ്ങനെ നല്ല രൂപത്തിൽ പാട്ടുകൾ പാടാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ സ്മ്യൂൾ തന്നെയാണ്. ലോകത്തുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് ലാംഗ്വേജുകളിൽ ഈ സ്മ്യൂൾ ഉപയോഗിച്ച് പാട്ടുകൾ പാടുന്നുണ്ട്. കാരണം എല്ലാ ലാംഗ്വേജുകളിലും നമുക്ക് ഇതിൽ കരോക്കെ ട്രാക്കുകൾ ലഭ്യമാണ്. എന്നാൽ നമ്മൾ ഒരു പാട്ട് എടുത്ത് പാടണമെങ്കിൽ നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് ചെയ്യണം. നമ്മൾ ഇതിൽ VIP ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കൊരു പാട്ട് എടുത്ത് പാടാൻ സാധിക്കുകയുള്ളൂ. ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൽ ഒരാൾ പാട്ട് പാടിയതിൽ ജോയിൻ ചെയ്യാം എന്നല്ലാതെ സ്വന്തമായിട്ടൊരു പാട്ട് പാടാനോ ഇൻവൈറ്റ് ചെയ്യാനോ സാധിക്കില്ല. എന്നാൽ ഫ്രീ VIP എങ്ങനെ ചെയ്യാം, എങ്ങനെ ഇതിൽ ഫ്രീ ആയിട്ട് പാട്ടുകൾ പാടാം എന്നതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ച് ഞാൻ എല്ലാവർക്കും ഫ്രീ VIP ചെയ്ത് കൊടുത്തിട്ടും ഉണ്ട്. അതിൽ ചില ആളുകൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്തിട്ട്, അതായത് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ട് VIP ആക്കുക എന്ന് ചോദിച്ചത് കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ശരിയായ രീതിയിൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്മ്യൂളിൽ VIP ആക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരിക്കലും തന്നെ ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയിട്ട് VIP ആക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് മൊബൈലാണോ ഉപയോഗിക്കുന്നത് ആ മൊബൈലല്ലാതെ മറ്റൊരു മൊബൈലിൽ നിങ്ങളുടെ ID പാസ്വേഡ് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് VIP ആകുകയില്ല, VIP കാണിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഞാൻ ഇവിടെ സ്മ്യൂൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തു എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ അടുത്ത് VIP ഒന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ തന്നെ, അതായത് പുതിയ ആപ്ലിക്കേഷനിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നിങ്ങൾക്ക് ബിക്കം VIP എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് VIP ആക്കാം. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും 1 മന്ത് ഇത്ര $. ഇവിടെ ഡോളറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാനിവിടെ കുവൈറ്റിലാണ്. കുവൈറ്റിൽ ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടെ കാണിക്കുക. നാട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ മറ്റൊരു രൂപത്തിലായിരിക്കും ഇവിടെ കാണിക്കുക. ഇവിടെ ഡോളറിൻ്റെ അടിസ്ഥാനത്തിൽ 1 മന്ത് ഇത്ര പേയ്മെൻറ്റ് ചെയ്യണമെന്നും 1 ഇയർ ഇത്ര പേയ്മെൻറ്റ് ചെയ്യണമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളിവിടെ വലതുവശത്ത് മുകളിൽ ഒരു 3 ലൈൻസ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെയും ബിക്കം VIP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ പഴയ വെർഷനാണ്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത സ്മ്യൂൾ പഴയ വെർഷനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാക്ക് വന്നിട്ട്, അതായത് സോങ് ബുക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് പാടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇവിടെ ജോയിൻ മാത്രമേ ഫ്രീ ഉള്ളൂ. ഡു ഇറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നേരത്തെ കാണിച്ച അതേ ഒരു മെത്തേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്, പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും തന്നെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യരുത്. കാരണം അതിലെടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ മെത്തേഡുകളും കാർഡ് എങ്ങനെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കും. അതിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലം നിങ്ങൾക്കുണ്ടാകുക. നിങ്ങൾ ഇതിൽ മൊത്തം ക്ലോസ് ചെയ്യുക. നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ www.smule.com എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആകും. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്കിലൂടെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വലതുവശത്ത് മുകളിൽ നിങ്ങൾക്കിവിടെ ലോഗിൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് ID വെച്ചാണോ നിങ്ങൾ ലോഗിൻ ചെയ്തത് ആ ID നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക. അതായത് ഞാനിവിടെ സൈൻ ഇൻ വിത്ത് ഇമെയിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ മെയിൽ ID പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്യാണ്. കൃത്യമായ മെയിൽ ID പാസ്വേഡും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്താൽ മാത്രമേ ഇവിടെ ഓപ്പൺ ആകുകയുള്ളൂ. ഞാനിപ്പോൾ പാസ്വേഡ് തെറ്റിപ്പോയത് കൊണ്ട് ഇവിടെ എറർ കാണിച്ചു. വീണ്ടും പാസ്വേഡ് കറക്റ്റ് ചെയ്ത് ഞാൻ ലോഗിൻ ചെയ്യാണ്. കൃത്യമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലതുവശത്ത് മുകളിൽ പ്രൊഫൈൽ പിക്ചർ ഒക്കെ വന്നിട്ടുണ്ട്. ഇടതുവശത്ത് 3 ലൈൻസ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗെറ്റ് VIP എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് നമ്മൾ വെബ്സൈറ്റിലൂടെയാണ് ഓപ്പൺ ചെയ്തത്. ഇവിടെ നിങ്ങൾ പാടിയ സോങ്ങുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ പാട്ടുകളൊന്നും പാടിയിട്ടില്ല, ഇതെൻ്റെ പുതിയൊരു അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ ഇടതുവശത്തുള്ള ആ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ തന്നെ ഗെറ്റ് VIP എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അൺലോക്ക് ഡീൽ എന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്നുണ്ട്
ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ആ ഏതെങ്കിലും ഒരു കാർഡ് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് ഈ പ്ലാൻ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ കുവൈറ്റിലായതുകൊണ്ട് ഇവിടെ ഡോളറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എത്രയാണ്, ഒരു മാസത്തേക്ക് എത്രയാണ് എന്നൊക്കെ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്കവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിവിടെ പെർ മന്ത് എന്നുള്ള ഭാഗത്ത് ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ കാർഡ് നമ്പർ എൻ്റർ ചെയ്യണം. ഇവിടെ നമ്മുടെ കാർഡ് നമ്പറും അതുപോലെ തന്നെ കാർഡിൻ്റെ ഏതാണ് നിങ്ങളുടെ പേര്, ആ പേര് കാർഡിൻ്റെ പേര് നിങ്ങൾ എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴാണ് നിങ്ങളുടെ കാർഡ് എക്സ്പയർ ആകുന്നത് അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ CVC എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. കാർഡിൻ്റെ ബാക്ക് വശത്ത് 3 or 4 ഒരു ഡിജിറ്റ് നമ്പർ ഉണ്ടാകും. അതും നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന ശേഷം ഇവിടെ സബ്സ്ക്രൈബ് എന്ന ഭാഗം ഉണ്ട്. ഞാനിവിടെ അത് ചെയ്യുന്നില്ല. അങ്ങനെ സബ്സ്ക്രൈബ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അതായത് നിങ്ങളുടെ ഈ കാർഡിലെ പേയ്മെൻറ്റ് ഇവിടെ ആഡ് ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിവിടെ അത് അങ്ങനെ ഒരു OTP വരുന്നത്. ആ OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് ഈ കാർഡിൽ നിന്നും കട്ടാകുകയും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു പീരീഡിലുള്ള ആ ഒരു പ്ലാൻ നിങ്ങൾക്കിവിടെ പാസ്സാകുകയും നിങ്ങളുടെ പ്രൊഫൈലിൽ VIP എന്ന് കാണിക്കുകയും VIP ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ VIP ആക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ VIP പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മൊബൈലിൽ നിങ്ങളുടെ മെയിൽ ID യും പാസ്വേഡും, അതായത് നിങ്ങളുടെ സ്മ്യൂൾ ID യും പാസ്വേഡും നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഐഫോണിലാകട്ടെ ആൻഡ്രോയിഡിലാകട്ടെ ടാബിലാകട്ടെ കമ്പ്യൂട്ടറിലാകട്ടെ എവിടെ വേണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ID യും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ നിങ്ങൾ VIP ആയിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ നേരത്തെ കാണിച്ച ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾ VIP ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷനിൽ മാത്രം, ആ ഒരു മൊബൈലിലുള്ള ആ ഒരു ആപ്ലിക്കേഷനിൽ മാത്രമായിരിക്കും നിങ്ങൾ VIP. ഐഫോണിലോ അല്ലെങ്കിൽ മറ്റുള്ള ടാബിലോ മറ്റുള്ള വേറെ ഏതെങ്കിലും ആൻഡ്രോയിഡ് ഫോണിലോ ഒക്കെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ VIP കാണിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു തെറ്റൊരിക്കലും ചെയ്യരുത്. അത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് തോന്നുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.